അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണ സ്ഥലം സന്ദർശിച്ച് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. നിർമ്മാണ പ്രദേശത്താകെ 3 കിലോമീറ്ററിൽ മാത്രമാണ് വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമുള്ളതെന്ന് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ശാസ്ത്രീയ നടപടി സ്വീകരിക്കണമെന്ന് അമിക്കസ് ക്യൂറി ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഹൈക്കോടതി ഈ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമിക്കസ് ക്യൂറി സ്ഥലം സന്ദർശിക്കുകയും റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. തുറവൂരിൽ നിന്നും അരൂരിലേക്കുള്ള നടപ്പാതയുടെ നിർമ്മാണം അത് പുരോഗമിക്കുന്നതായിട്ടാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് വെള്ളക്കെട്ടുണ്ട്. നിർമ്മാണ പ്രദേശത്ത് ആകെ ഏകദേശം 3 കിലോമീറ്ററിൽ മാത്രമാണ് വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമുള്ളത്. ബാക്കിയുള്ളയിടങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പമ്പ് ഉപയോഗിച്ച് വെള്ളം ഒഴുക്കിക്കളയണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി അമിക്കസ് ക്യൂറി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിരവധി സ്കൂളുകൾ സമീപ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളാണ് ഏറെയും ബുദ്ധിമുട്ടിലാകുന്നുവെന്നും ഹൈക്കോടതി മുൻപാകെ അമിക്കസ് ക്യൂറി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗതാഗത കുരുക്കം പ്രദേശത്തുണ്ട്. ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കണമെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്നും അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് മുഖാന്തരം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും NHAയുടെ അഭിഭാഷകനും ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായിരുന്നു. ഇക്കാര്യത്തിൽ വിശദമായിട്ട് തന്നെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ചുള്ള വിഷയം പരിഗണിക്കണമെന്നുള്ള ഒരു നിലപാടാണ് കോടതി സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹർജി വ്യാഴാഴ്ചത്തേക്ക് ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ്. ഈ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അവിടെ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രികർക്കും ഉണ്ടാകുന്നു എന്നുള്ള പരാമർശം നേരത്തെ ഹൈക്കോടതി നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അമിക്കസ് ക്യൂറി നിയോഗിച്ചുകൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയുമായിരുന്നു. എന്തായാലും സ്ഥലത്ത് ഈ സ്ഥിരമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് കൂടുതൽ യാത്രികരെ വാഹനയാത്രികരെയോ അല്ലെങ്കിൽ നടപ്പാത ഉപയോഗിക്കുന്നവരെയോ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുള്ള കാര്യം. എന്തായാലും നിലവിൽ ഈ ഹർജി ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ദേവിക. ശരി, രേഷ്മ ബാബു വിവരങ്ങൾ പങ്കുവച്ചു.